നിങ്ങൾ ജോനാഥൻ ജെയിംസ് എന്ന പേര് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം തന്റെ 15-ാം വയസ്സിൽ നാസയുടെ സിസ്റ്റം ഹാക്ക് ചെയ്ത ഒരു അമേരിക്കൻ കൗമാരക്കാരനാണ്. നിയമത്തിന് മുന്നിൽ കുറ്റവാളിയായിരുന്നെങ്കിലും അദ്ദേഹം ഒരു ക്രിമിനൽ ആയിരുന്നില്ല. നാസയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കണ്ടെത്തി അവയെപ്പറ്റി നാസയെ അറിയിക്കുകയായിരുന്നു ഇദ്ദേഹം ചെയ്തത്. ഇതാണ് എത്തിക്കൽ ഹാക്കിംഗ്. നിയമപരമായി സിസ്റ്റത്തെ പരിശോധിച്ച് അവയെ സുരക്ഷിതമാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനു പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി കോഴ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന കോഴ്സിനെ പറ്റി അതിൻ്റെ സാധ്യതകൾ പറ്റിയിട്ടുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു കാലത്ത് ഡിജിറ്റൽ ലോകം വളരെയധികം രഹസ്യമായിരുന്നു. കുറച്ച് പേർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ബാങ്ക് അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇവയെല്ലാം ഡിജിറ്റൽ ലോകവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് ഡിജിറ്റൽ ലോകം ഏകദേശം എത്രമാത്രം സുരക്ഷിതമാണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹാക്കർമാർ നമ്മുടെ ഡാറ്റ തട്ടിയെടുക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസേന ഒട്ടനവധി ആക്രമണങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ബാങ്കുകൾ, കമ്പനികൾ, അങ്ങനെ ഒട്ടനവധി. ഇവിടെയാണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന കോഴ്സിൻ്റെ പ്രാധാന്യവും അവസരവും നമ്മൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ഇനി എന്താണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സൈബർ സെക്യൂരിറ്റി എന്തെന്ന് നോക്കാം. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൽ ലോകത്തെ സംരക്ഷിക്കുന്ന ഒരു ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും നിങ്ങളുടെ ഡാറ്റയെ സംരക്ഷിക്കുന്നതിനാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്? നിയമപരമായി സിസ്റ്റത്തെ പരിശോധിച്ച് അവയെ സുരക്ഷിതമാക്കുക. ഇതാണ് എത്തിക്കൽ ഹാക്കിംഗ്. ഇനിയിപ്പോൾ സാധ്യതകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ലോകം ദിവസേന വളർന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്. അതിനാൽ വിദഗ്ധരുടെ എണ്ണം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്കോപ്പും ഡിമാൻഡും അതുപോലെ തന്നെ സാധ്യതകൾ നിറഞ്ഞതുമാണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന മേഖല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പഠിക്കും ചെയ്യാം. ഇനി ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന കോഴ്സ് ബെറ്റർ? സിസ്റ്റത്തെ പറ്റിയും നെറ്റ്വർക്കുകളെ പറ്റിയും പഠിക്കാൻ താല്പര്യമുള്ള, ടീം വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള, ലോജിക്കൽ തിങ്കിങ്ങുള്ള, അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്ഷമയും ഹാർഡ് വർക്ക് ചെയ്യാനും പഠിക്കാനും ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികൾ മാത്രം ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ IT മേഖല ആയതുകൊണ്ട് തന്നെ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ +2 കഴിഞ്ഞിട്ട് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്നീ ഒരു മേഖലയിൽ സ്കെയിലപ്പ് ആകണമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? നിങ്ങൾക്ക് 3 രീതിയിലാണ് കോഴ്സ് കേരള അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തേത് BTech ഇൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്. ഇത് ഏകദേശം 4 ഇയർ ഡ്യൂറേഷൻ വരുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ +2 സയൻസ് 50% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഫണ്ടമെൻ്റൽ, സൈബർ സെക്യൂരിറ്റി പ്രിൻസിപ്പൾ, എത്തിക്കൽ ഹാക്കിംഗ്, ഡിജിറ്റൽ ഫോറൻസിക്, സെക്യൂരിറ്റി ടൂൾസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ് ഓഫ് സെക്യൂരിറ്റി. UGക്ക് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ MTech ചെയ്യുക. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഡിജിറ്റൽ ഫോറൻസിക് എന്നീ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്പെഷ്യലൈസ് കൂടി ചെയ്യാം. ഞാൻ BTechനെ പറ്റിയിട്ട് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിലേക്ക് തിരിച്ചു വരിക. ഇനി അടുത്ത കോഴ്സ് നോക്കുകയാണെങ്കിൽ BCA വിത്ത് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്. ഇത് ഏകദേശം 3 വർഷം ഡ്യൂറേഷൻ വരുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. BCAൻ്റെ കൂടെ ആഡ് ഓൺ പ്രോഗ്രാമായിട്ടാണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് പഠിപ്പിക്കുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ +2 സയൻസ് 50% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സ് ആയ C++, പൈത്തൺ, ഡാറ്റ സ്ട്രക്ചർ, അൽഗോരിതം, ഡോട്ട് ബേസ്, സൈബർ സെക്യൂരിറ്റി ഫണ്ടമെൻ്റൽ, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ ലോ, എത്തിക്സ് ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ UGക്ക് ശേഷം PG നിങ്ങൾക്ക് MSc കൂടിയും ചെയ്യാം. ഇനിയിപ്പോൾ മൂന്നാമത്തെ കോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BSc ഇൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്. ഇത് ഏകദേശം 3 വർഷം ഡ്യൂറേഷൻ വരുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ +2 സയൻസ് സ്ട്രീം വിത്ത് 50% എബോവ് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ക്രിപ്റ്റോഗ്രഫി, ഡിജിറ്റൽ ഫോറൻസിക്, എത്തിക്കൽ ഹാക്കിംഗ്, ഇൻസിഡൻറ്റ് റെസ്പോൺസ്, സൈബർ ലോ ആൻഡ് എത്തിക്സ് ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ UGക്ക് ശേഷം PG നിങ്ങൾക്ക് MSc കൂടിയും ചെയ്യാം. ഇനിയിപ്പോൾ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് എവിടെയൊക്കെയാണ് ജോലി ലഭ്യമായിട്ടുള്ളത്? IT കമ്പനീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ഏജൻസീസ്, ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസ്, ഹെൽത്ത് ആൻഡ് ഇ-കൊമേഴ്സ് സെക്ടർ. അതുപോലെ തന്നെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ വിദേശത്താണെന്നുണ്ടെങ്കിൽ ഹൈ സാലറിയോടുകൂടി ജോലിയും ചെയ്യാം.
ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യം തന്നെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കാം. കാരണം അംഗീകാരമില്ലാത്ത കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. ഇനി എന്തൊക്കെയാണ് ഒരു വിദ്യാർത്ഥി ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? കോളേജിൻ്റെ അഫിലിയേഷൻ, UGC, AICT എന്നീ അംഗീകാരം നിങ്ങളുടെ കോളേജിലുണ്ടോ? ഫാക്കൽറ്റിയുടെ യോഗ്യത, കോഴ്സിൻ്റെ സിലബസ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പ്, പ്ലേസ്മെൻറ്റ് റെക്കോർഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജ് ഈ ഒരു മേഖലയിൽ ഏതൊക്കെ കമ്പനികളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ കോളേജ് സംബന്ധമായ സംശയങ്ങളോ ഏതെങ്കിലും കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചറോ 100% ജോബ് ഗ്യാരണ്ടിയോട് കൂടി സമ്പാദിച്ചുകൊണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുകയും ചെയ്യാം.